നമസ്കാരം, ഞാൻ ഡോക്ടർ ലിഷ. ഞാൻ SUT പട്ടം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജനാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറിയാണ്. എന്താണ് ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറി? സ്ത്രീകളിൽ മാറിന്റെ വലിപ്പം കൂട്ടാൻ ചെയ്യുന്ന സർജറിയാണ് ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറി. ആർക്കാണ് ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറി ആവശ്യമില്ല? ചില സ്ത്രീകളിൽ മാറിന്റെ വലിപ്പം കുറവായിരിക്കും. അവർ പ്രായപൂർത്തിയായതിനു ശേഷം അവരുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് അനുപാതമായിട്ടല്ലാതെ മാറിന്റെ വലിപ്പം മാത്രം തീരെ കുറഞ്ഞിരിക്കും. അങ്ങനെയുള്ളത് അവർക്ക് വളരെ അപകർഷതാബോധം ഉണ്ടാക്കും. അതിന് എതിരെ നമുക്ക് ചെയ്യാവുന്ന ഒരു സർജറിയാണ് ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറി. മറ്റു ചില സ്ത്രീകൾക്ക് മാറിന്റെ വലിപ്പം ലാക്ടേഷന് മുന്നേ നോർമൽ ആയിരിക്കും, പക്ഷെ ലാക്ടേഷന് ശേഷം മാറിന്റെ വലിപ്പം ഒരുപാട് കുറഞ്ഞു പോകുന്നു. മുലപ്പാൽ കൊടുത്തതിന് ശേഷം മാറ് നല്ലവണ്ണം ചുരുങ്ങി വലിപ്പം തീരെ കുറഞ്ഞു പോയവർക്കും ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറി ചെയ്യാവുന്നതാണ്. പിന്നെ ചില സ്ത്രീകൾക്ക് ഒരു മാറിന്റെ വലിപ്പം തീരെ കുറവും ഒരു മാറിന്റെ വലിപ്പം സാധാരണഗതിയിലുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ മാറിനെ മറ്റു മാറിനോടൊപ്പം ആക്കാനായിട്ട് നമുക്ക് ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറി ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറി ചെയ്യുന്നത്? ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറി ചെയ്യുന്നത് ബ്രസ്റ്റിനുള്ളിലേക്ക് സിലിക്കൺ ഇംപ്ലാന്റുകൾ നിക്ഷേപിച്ചുകൊണ്ടാണ്. സിലിക്കൺ ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇതിലെ സിലിക്കൺ എന്ന് പറയുന്നത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ ആണ്. ഈ മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ കൊണ്ടുണ്ടാക്കിയ ഇംപ്ലാന്റുകൾ ബ്രസ്റ്റിനുള്ളിലേക്ക്, അതായത് ബ്രസ്റ്റിന്റെ ഗ്രന്ഥിയുടെ അടിയിലേക്ക് നിക്ഷേപിക്കുന്നതാണ്. ഇതൊരു സർജറിയിലൂടെയാണ് ഇംപ്ലാന്റുകൾ നിക്ഷേപിക്കുന്നത്. സാധാരണയായി ജനറൽ അനസ്തീഷ്യയിലാണ് ഈ സർജറി ചെയ്യുന്നത്. ഈ ഇംപ്ലാന്റുകൾക്ക് പല വലിപ്പത്തിലുള്ളവയുണ്ട്. ഇതിൽ ഏത് വലിപ്പത്തിലുള്ള ഇംപ്ലാന്റ് ആണ് നിങ്ങളുടെ ശരീരത്തിന് യോജിച്ചത് എന്നുള്ളത് നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് സർജനെ നേരിട്ട് കണ്ട് അദ്ദേഹം നിങ്ങളെ എക്സാമിൻ ചെയ്തതിനു ശേഷം തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്ലാസ്റ്റിക് സർജനെ നിങ്ങൾ കാണുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ നെഞ്ചിന്റെ അളവെടുക്കുകയും നിങ്ങളുടെ ബ്രസ്റ്റിന്റെ അളവെടുക്കുകയും ചെയ്യുന്നു. ഈ അളവ് രണ്ടും എടുത്തതിനു ശേഷം നിങ്ങൾ എത്രമാത്രം മാറിന്റെ വലിപ്പം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യവും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഈ ഡിസ്കഷൻസിന് ശേഷം എടുക്കുന്ന ഒരു തീരുമാനമാണ് എത്ര വലിപ്പത്തിലുള്ള ഇംപ്ലാന്റുകളാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിക്ഷേപിക്കേണ്ടത് എന്നുള്ളത്. സാധാരണയായി ഏകദേശം ഒരു 200 cc മുതൽ 400 cc വരെയുള്ള ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ് നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിക്കാറുണ്ട്. പിന്നെ ഉള്ളത് സലൈൻ ഇംപ്ലാന്റ്സ് ആണ്. സലൈൻ ഇംപ്ലാന്റ്സ് മാർക്കറ്റിൽ ഇപ്പൊ അധികമായിട്ട് ലഭ്യമല്ല. ഇങ്ങനെ ഇംപ്ലാന്റുകൾ നിക്ഷേപിച്ചതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഈ ഇംപ്ലാന്റ് നിക്ഷേപിക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാറ് തൊട്ട് നോക്കിയാൽ സാധാരണ ഒരു മാറ് പോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഇത് ഇംപ്ലാന്റ് ഇട്ട മാറാണ് എന്നുള്ള ഒരു വ്യത്യാസം ഇതിൽ ഉണ്ടാവുകയില്ല. മാത്രവുമല്ല, ദൈനംദിന ജീവിതത്തിലെ ഒരു കാര്യങ്ങളുമായിട്ടും ഈ മാറിലെ ബ്രസ്റ്റ് ഇംപ്ലാന്റ് ഇടപെടുന്നില്ല. നിങ്ങൾക്കൊരു ഫ്ലൈറ്റ് യാത്ര ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ചെക്കിലൂടെ കടന്നു പോകണമെങ്കിലോ ഒന്നും ബ്രസ്റ്റ് ഇംപ്ലാന്റ് അതിന് ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാവുകയില്ല. മാത്രമല്ല, ബ്രസ്റ്റ് ഫീഡിങ്ങിനും ബ്രസ്റ്റ് ഇംപ്ലാന്റ് ഒരു തടസ്സം ഉണ്ടാവുകയില്ല. കാരണം ബ്രസ്റ്റിലെ ഗ്രന്ഥിയുടെ അടിയിലായിട്ടാണ് നമ്മൾ ബ്രസ്റ്റ് ഇംപ്ലാന്റ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റിലെ ഗ്രന്ഥിയും നിപ്പിളുമായിട്ടുള്ള കണക്ഷൻസിനെയോ ഒന്നും ബ്രസ്റ്റ് ഇംപ്ലാന്റ് തടസ്സപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ ബ്രസ്റ്റ് ഇംപ്ലാന്റ് ഇട്ടതിന് ശേഷം ചെയ്യാവുന്നതാണ്. ഇനി ബ്രസ്റ്റ് ഇംപ്ലാന്റ് ഇട്ടതിന് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്കത് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ബ്രസ്റ്റ് ഇംപ്ലാന്റ് നീക്കം ചെയ്യാനും സാധിക്കും. അതും പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നതല്ല. ബ്രസ്റ്റ് ഇംപ്ലാന്റ് ഇടാനുള്ള മുറിവ് എന്ന് പറയുന്നത് ബ്രസ്റ്റിന്റെ അടിയിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മുറിവ് ബ്രസ്റ്റ് പൊക്കി നോക്കിയാൽ മാത്രമേ കാണുകയുള്ളൂ. സാധാരണഗതിയിൽ ആ മുറിവ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലായിരിക്കില്ല. പിന്നെ ബ്രസ്റ്റ് ഇംപ്ലാന്റുകൾ ബ്രസ്റ്റിലേക്ക് ഇടുന്നതല്ലാതെ ബ്രസ്റ്റിന്റെ വലുപ്പം കൂട്ടാനായിട്ട് മറ്റൊരു വഴിയും കൂടെ ഉണ്ട്. അതാണ് ബ്രസ്റ്റ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും, കൂടുതലായിട്ടും വയറിൽ നിന്നും അല്ലെങ്കിൽ തുടയിൽ നിന്നും കൊഴുപ്പ് ശേഖരിച്ച് ആ കൊഴുപ്പ് ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ആ കൊഴുപ്പ് ബ്രസ്റ്റിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. അങ്ങനെ കൊഴുപ്പ് ഇഞ്ചക്ട് ചെയ്ത് കഴിയുമ്പോൾ ബ്രസ്റ്റിന്റെ വലിപ്പം അല്പം കൂടുന്നുണ്ട്. ഇത് പക്ഷെ ചിലപ്പോൾ 2 തവണയോ മറ്റോ ചെയ്യേണ്ടി വരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രസ്റ്റിന്റെ വലിപ്പം എത്താനായിട്ട്. നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് തന്നെയാണ് നിങ്ങളുടെ ബ്രസ്റ്റിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് എവിടെ നിന്നാണോ എടുക്കുന്നത് അവിടുത്തെ കൊഴുപ്പ്, വയറിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ കൊഴുപ്പ് കുറഞ്ഞു കിട്ടുകയും ചെയ്യും, മാറിലെ കൊഴുപ്പ് കൂടി കിട്ടുകയും ചെയ്യും. ഈ ബ്രസ്റ്റ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗും ബ്രസ്റ്റ് ഇംപ്ലാന്റും ആണ് ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറിയിൽ നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ മാറിന്റെ വലിപ്പം തീരെ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് സർജനെ സമീപിച്ച് ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ സർജറി ചെയ്യാവുന്നതാണ്. താങ്ക് യു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.